റിയൽമിയുടെ റിയൽമി 13 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 10 ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 13 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 188 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 8.2 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ വീഗൻ ലെതർ ബാക്ക് ബോഡിയുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. ഈ പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം റിയൽമിയുടെ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോണിൽ ഇതേ സെയിം പ്രോസസറാണ് വന്നിട്ടുള്ളത്. പിന്നെ 12 Proയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് ഇതൊരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് 8GB റാമും 128GB ഇന്റേണലും വന്നേക്കാം. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ചിലപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ 16GB റാം 1TB ഇന്റേണൽ വെർഷനൊക്കെ വന്നേക്കാം. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ യൂസ് ഒന്നും ഇല്ലാത്ത ഒരു 2 MP സെൻസർ ഇതിൽ വന്നേക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ റിയൽമി 12 Proയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് 32 MP ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പകരം ഇതിൽ 2 MP സെൻസർ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു ഡൗൺ ഗ്രേഡ് ആയിരിക്കും അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഇതാണ് ഫീച്ചേഴ്സ് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ഗ്രേഡ് തന്നെ ആയിരിക്കും. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5050 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അല്ലാന്നുണ്ടെങ്കിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 30 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ഇപ്പം 25,000 രൂപയ്ക്ക് താഴെയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നൊരു ഡൗൺ ഗ്രേഡ് ഇതിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ വില അതിലും താഴെയാവാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 22,000 to 24,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ റിയൽമി 13 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.